الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإنه لحب الخير لشديد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി തഖ്വയോടുകൂടി ജീവിക്കാൻ അല്ലാഹു തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ യൗമുൽ ആഖിറത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളും അവൻ നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കുവാൻ നൽകിയ എല്ലാ സോഴ്സുകളുമൊക്കെ റബ്ബ് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നമുക്കറിയാം, മനുഷ്യന്റെ അധികം ആളുകളുടെ സ്വഭാവമാണ് സമ്പത്തിനോട് വലിയ ഇഷ്ടം തോന്നുക, ആർത്തി, കൊതിയുള്ളവനായി തീരുക. ഏതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വർണത്തിന്റെ ഒരു താഴ്വര ലഭിച്ചാൽ തന്നെ
അതുപോലെ മറ്റൊന്നുകൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആദമിന്റെ മകൻ ആഗ്രഹിക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ്, വലൻ യംലഉ ഫാഉ ഇല്ല തുറാബു വയതൂബുല്ലാഹു അലാ മൻ താബ. അവന്റെ താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അറുതിയുണ്ടാകുന്നത് ഇല്ലത്തുറ, മണ്ണുകൊണ്ടല്ലാതെ അവന്റെ ആ വായ നിറക്കപ്പെടുകയില്ല. അങ്ങനെ ആർത്തിയോടുകൂടി അങ്ങേയറ്റത്തെ താല്പര്യത്തോടുകൂടി ദുനിയാവിൽ ജീവിക്കുക. വയതൂബുല്ലാഹു അലാ മൻ താബ, അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്തപിക്കുന്നവന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണെന്നും ആദമിന്റെ സന്തതികളൊക്കെ വൃദ്ധനാകുന്നു, എന്നാൽ രണ്ട് കാര്യങ്ങൾ അവനെ ചെറുപ്പമായി നിലനിർത്തുന്നുണ്ട്. ഭൂരിഭാഗം ആളുകളെയും ജീവിതത്തോടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും സമ്പത്തിനോടുള്ള അങ്ങേയറ്റത്തെ താല്പര്യവും അടങ്ങാത്ത കൊതിയും. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആദിയാത്തിലൂടെ ഞാൻ നിങ്ങളുടെ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്തിന്റെ വചനം. വിശുദ്ധ ഖുർആൻ സൂറ ആദിയാത്തിലെ വചനം, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവന് ആ സമ്പത്തിനോട് അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്, കൊതിയാണെന്ന്. ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, ശക്തമായ കഠിനമായ പ്രേമമാണ്, ഇഷ്ടമാണ് എന്ന് പറയുന്ന രൂപത്തിലാണ് ഖുർആന്റെ പേര്. മഅനാഹു ഖൈർ, മഅനാഹു മാലാണ്, സമ്പത്താണ്, ധനമാണ്. ഈ രൂപത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യാണ്? ധനത്തോട് അങ്ങേയറ്റത്തെ ആഗ്രഹം. എന്നാൽ പ്രിയമുള്ളവര്, അള്ളാഹു തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ സമ്പാദിച്ചുകൊണ്ട് ഹലാലായ മാർഗത്തിലൂടെ ജീവിക്കണമെന്ന് താല്പര്യപ്പെടുന്നവർ എത്ര പേരുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ? ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷേ ഭൂരിഭാഗം ആളുകളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സമ്പാദിക്കണം, അധ്വാനിക്കണം, കഷ്ടപ്പെടണം, പ്രയാസങ്ങൾ അനുഭവിക്കണം, പക്ഷെ അതെല്ലാം ഈ ദുനിയാവിലെ പരിമിതമായ ജീവിതത്തിൽ ഒതുങ്ങിപ്പോവുകയാണ്. ദുനിയാവിൽ മാത്രം പരിമിതപ്പെടുകയാണ്. പരലോകത്തെക്കുറിച്ച് അശ്രദ്ധയാണ്. കാര്യമായ മുൻഗണന നൽകുന്നത് ദുനിയാവിലെ ജീവിതത്തിനാണ്. എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഖൈറായി അവശേഷിക്കുന്നത് പരലോകമാണെന്നൊക്കെ പറയുമ്പോഴും ദുനിയാവിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ജീവിക്കുകയാണ് ഭൂരിഭാഗം ആളുകളും. അങ്ങനെ അങ്ങേയറ്റ താല്പര്യമുണ്ടാകുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു നിർബന്ധമായി പറഞ്ഞ വാജിബാത്തുകൾ അവനെ പിറകോട്ട് വലിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഇബാദത്തുകളിൽ പിശാച് അവനെ തോന്നിപ്പിക്കുന്നത് വാജിബാത്തുകൾ, നിർബന്ധമായ കാര്യങ്ങളിൽ അവനെ പിറകോട്ട് വലിക്കുന്നു. ഈ ചിന്ത കൂടുതലായുള്ളതോടുകൊണ്ട് സമ്പത്ത് വേണ്ട എന്നോ, അധ്വാനിക്കണ്ട എന്നോ, കഷ്ടപ്പെടേണ്ട എന്നോ, സമ്പാദിക്കണ്ട എന്നോ എന്നല്ല പറയുന്നത്. ഇതിന്റെ പിന്നാലെ തന്നെ ശ്രദ്ധയൂന്നിയുള്ള ജീവിതമാകുമ്പോ ആ രൂപത്തിൽ അവനെ കൊണ്ടുപോകുന്നു പിശാച്. മിക്ക ആളുകളും സാമ്പത്തിക മേഖല നമ്മൾ നോക്കുമ്പോൾ ആരാധനാ കർമ്മങ്ങളൊക്കെ കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഇബാദത്തുകൾ കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നുണ്ട്. നമസ്കാരമാണെങ്കിലും എന്ത് ആരാധനയാണെങ്കിലും കുടുംബജീവിതം മനോഹരമായി പോകുന്നുണ്ട്. ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ പക്ഷേ സാമ്പത്തിക രംഗം മലീമസമായി കൊണ്ടിരിക്കുന്ന പലരുടെയും സാമ്പത്തിക നിക്ഷയത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൂടെ നോക്കുമ്പോൾ അവിടെ പരാജയപ്പെട്ടു പോകുന്ന ഭൂരിഭാഗം ആളുകളും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു പ്രിയമുള്ളവരെ? വിശുദ്ധ ഇസ്ലാം സമ്പാദിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഹലാലായ മാർഗം ഒരു ഹദ് പറഞ്ഞിട്ടില്ല. എത്രയും സമ്പാദിക്കാം, ദുനിയാവിൽ ഇത്ര മാത്രമേ നിങ്ങൾക്ക് സമ്പാദിക്കാവൂ എന്നൊന്നും ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ആ സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ പക്ഷേ ഹലാലായിരിക്കണം. 5 മാനദണ്ഡങ്ങളിലൂടെ നമ്മൾ പണം സമ്പാദിക്കുന്നുണ്ട്. 5 മാർഗങ്ങളിലൂടെ നമ്മൾ പണം സമ്പാദിക്കുന്നുണ്ട്.
നമ്മുടെ റിസ്കിന്റെ മേഖല നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ജോലി മുഖേന, അതേപോലെ കച്ചവടത്തിലൂടെ, അനന്തര സ്വത്ത്, വാപ്പന്റെയും ഉമ്മന്റെയും അനന്തര സ്വത്ത് ലഭ്യമാക്കുന്നതിലൂടെ, ഹദിയ ലഭിക്കുന്നതിലൂടെ, നിധിയിലൂടെ, ഇതൊക്കെ ഇസ്ലാം നിശ്ചയിച്ച ഉപാധികളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസി എന്നുള്ളതല്ല, ഒരു ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും പണം സമ്പാദിക്കാനുള്ള വഴികളായി, അവന്റെ മുമ്പിലുള്ള സാഹചര്യങ്ങളായി തുറക്കപ്പെടുന്ന വഴികൾ ഇങ്ങനെയാണ്. ഇതല്ലാത്ത മാർഗത്തിലൂടെ ആകുമ്പോഴാണ് അത് നിഷിദ്ധങ്ങളായി ഹറാമുകളിലേക്ക് വഴുതി പോകുന്നത്. നമ്മുടെ സമ്പത്ത് പരിശുദ്ധമാണെന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ടത്, പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അൻ കഅബ് ബിൻ ഇയാദ് ഖാല സമീഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയാദ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയിൽ ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് പറയുന്നത്. യഖൂൽ ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഓരോ സമുദായത്തിനും അതത് പരീക്ഷണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഓരോ സമുദായത്തിനും അതത് പരീക്ഷണങ്ങൾ കടന്നുപോയിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഫിത്നതു ഉമ്മത്തി അൽമാൽ, എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് ധനമാകുന്നു, സമ്പത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സമ്പത്തിന്, ധനം ഒരു പരീക്ഷണമായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ വളരെ ഗൗരവമായി നമ്മൾ കാണും. അമ്പിയാക്കന്മാരോട് പറഞ്ഞത് എന്താ? യാ അയ്യുഹർ റസൂൽ കുലൂ മിൻ ത്വയ്യിബ, അല്ലയോ പ്രവാചകന്മാരെ നിങ്ങൾ വിശിഷ്ടമായത് ഭക്ഷിക്കുവിൻ, വഅമലു സ്വാലിഹ, സൽക്കർമ്മം പ്രവർത്തിക്കുക, ഇന്നി ബിമാ തഅമലൂന അലീം, നിശ്ചയമായി ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവരാണെന്ന് ഖുർആൻ പഠിപ്പിക്കുക. അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ പണം സമ്പാദിക്കുമ്പം ഏത് മേഖലയിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാ രംഗത്തും സൂക്ഷ്മതയുണ്ടാകണം. സാമ്പത്തിക രംഗം ശുദ്ധമാണെങ്കിൽ, സാമ്പത്തിക ക്രമമുള്ള ഒരു ജീവിതമാണ് വിശ്വാസി നിലനിർത്തേണ്ട ദുനിയാവിലുള്ള ജീവിതത്തിൽ. ഇന്ന് പല ഇടങ്ങളിലും പല രൂപത്തിലും സാമ്പത്തികമായ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പിലൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഫയലുകൾ അതിന് അപ്രൂവൽ കൊടുക്കണമെങ്കിൽ കൈക്കൂലി, അഴിമതിയും സ്വജനപക്ഷപാതിത്വവും നിറഞ്ഞൊരു കാലഘട്ടത്തിന് മുമ്പിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൈക്കൂലി കിട്ടിയാലേ ഫയൽ ഒപ്പിട്ട് നൽകുകയുള്ളൂ എന്ന രൂപത്തിൽ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ യാതൊരു കാരണവും കൂടാതെ അത് റിജക്ട് ചെയ്യുന്നതും അപ്രൂവൽ തടഞ്ഞു വെക്കുന്നതും ഭക്ഷണമായും അതേപോലെ തന്നെ വീട്ടുൽപ്പന്നങ്ങളായും ഒക്കെ പാരിതോഷികമാണെന്ന പേരിലൊക്കെ പറയപ്പെടുന്ന സമ്മാനങ്ങളായി വാങ്ങുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അഴിമതിയായിക്കൊണ്ട്, കൈക്കൂലിയായിക്കൊണ്ട് ഇങ്ങനെ ഒരു നടക്കുന്നൊരു കാലഘട്ടത്തിന് മുമ്പിൽ നമ്മൾ ബാങ്ക് ലോൺ ലഭിക്കാൻ വേണ്ടി ക്ലയന്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തി ഏജന്റ് തയ്യാറാക്കുന്നവരും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നവരുണ്ട്, ബാങ്ക് വായ്പക്ക് സാക്ഷി നിൽക്കുന്നവരുണ്ട്. ഇതൊക്കെ നോക്കി ഫിനാൻസ് മേഖല സ്ഥാപനങ്ങൾ, അത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. തന്റെ സമ്പാദ്യത്തിന്റെ ബിൽഡിങ്ങുകൾ ബാങ്കിനും മറ്റു ആവശ്യങ്ങൾക്കും നൽകുന്നവരുണ്ട്. ഇങ്ങനെ പല മേഖല, പലിശ നിഷിദ്ധമാണെന്ന് അഹല്ലല്ലാഹുൽ ബഅയ വഹറമ റിബ, ഏതൊക്കെ ഓമന പേരുകളിൽ അറിഞ്ഞാലും ഖുർആനിന്റെ ഒരു ആഹ്വാനം ഖുർആൻ ഗണിതമായി പറഞ്ഞു. കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കി, പലിശ നിഷിദ്ധമാക്കി ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ സാമ്പത്തിക രംഗങ്ങൾ പോകുമ്പോൾ അത് ഹലാലാണോ അത് ഹറാമാണോ എന്നൊന്നും നോക്കാതെ സമ്പാദിക്കുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വലിയ രൂപത്തിൽ ബിൽഡിങ്ങുകളും അതേപോലെ തന്നെ പ്രൊഡക്റ്റുകളുമൊക്കെ ഉൽപ്പന്നങ്ങളുമൊക്കെ അതിന്റെയൊക്കെ വലിയ തോതിലുള്ള രൂപത്തിലൊക്കെയുള്ള സാമ്പത്തികമായ ക്രമക്കേടുകൾ കാണിക്കുന്ന ആളുകൾ, കോൺട്രാക്ട് വർക്ക് എടുക്കുന്ന ആളുകൾ, അതിൽ അഴിമതി നടത്തുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ. ഈ രംഗം പരിശോധിക്കുമ്പോൾ കൂടുതലായി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത്. അത് കണ്ടുപൊടിയിട്ടുണ്ട്. ആളുകളെ പറ്റിച്ചുകൊണ്ട് പിന്നെ ലോക്കൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് വലിയ ലാഭം നേടണമെന്ന് ആ കോൺട്രാക്ട് വർക്കിന്റെ താല്പര്യം തന്നെ വലിയ ലാഭം, വലിയ കമ്മീഷൻ നേടണമെന്നുള്ള രൂപത്തിൽ അവിടെയും ഇവിടെയൊക്കെ പണിയെടുത്ത് പൊടിയിട്ട് പോകാവുന്ന രൂപത്തിലുള്ള ചിന്താഗതികൾ ഇഖ്ലാസ് സാമ്പത്തിക രംഗത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവര്. അതേപോലെ ബ്രോക്കർമാർ, കച്ചവടക്കാർ പല രൂപത്തിലുണ്ടെന്ന് അവരൊന്നും കുറ്റപ്പെടുത്തല്ല. അവരുടെ മഴീശത്ത് റിസ്ക് അങ്ങനെ ആവും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. വണ്ടി കച്ചവടമാണെങ്കിൽ, സ്ഥല കച്ചവടമാണെങ്കിലും, അതേപോലെ തന്നെ മറ്റുള്ള രൂപത്തിൽ റിയൽ എസ്റ്റേറ്റുകളാണെങ്കിലും വിവാഹ രംഗത്ത് പോലും ഇന്ന് അർഹമായ രൂപത്തിലല്ല പോകുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ബ്രോക്കർമാർ ഒരു വണ്ടി വിൽക്കുമ്പോൾ, ഒരു വാഹനം വിൽക്കുമ്പോൾ, ഒരു സ്ഥലം വിൽക്കുമ്പോൾ, ഒരു വിവാഹം നിശ്ചയിക്കുമ്പോൾ ഇത്ര ശതമാനം കമ്മീഷനായി ലഭ്യമാകുന്ന രൂപത്തിൽ ബ്രോക്കർമാർ
ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പില. അവരുടെ മഹീഷത്തുമായി അവരുടെ ജീവിതമായി അവർ ഒരിക്കലും കുറ്റപ്പെടുത്തല്ല. ബ്രോക്കർമാരൊക്കെ മോശക്കാരെന്ന രൂപത്തിലല്ല പറയുന്നത്. അവരുടെ റിസ്ക്കും അവരുടെ ഉപജീവനത്തും അർഹമായ രൂപത്തിൽ അവർക്ക് ആ രൂപത്തിൽ വാങ്ങാം. പക്ഷേ അനർഹമായ രൂപത്തിൽ ഹലാലായ ഇത്രയും വലിയ ഭീമമായ കമ്മീഷൻ തന്റെ വായ സാമർത്ഥ്യം ഉപയോഗിച്ചുകൊണ്ട് യാതൊരു മെനക്കെടുമില്ലാതെ ആ രൂപത്തിൽ സമ്പാദിച്ചു കൂട്ടുന്ന രൂപത്തിലേക്ക് നമ്മൾ സമ്പാദിക്കുമ്പോൾ ഹലാലായത് ആണോ ഹറാമായതാണോ എന്റെ കീശയിലേക്ക് വരുന്നത് ചിന്തയുണ്ടാകേണ്ടതുണ്ട്. ഏത് രംഗത്തും ഒരു ഡോക്ടറാണെങ്കിലും ഒരു രോഗി ഒരു അധ്യാപകനാണെങ്കിലും ഒരു മറ്റു ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും എല്ലാ രംഗത്തും സാമ്പത്തികമായ ക്രമങ്ങൾ അവന്റെ കീഴിലുള്ളവർ അമാനത്തുകളാണ്. രോഗി ഡോക്ടർക്ക് അമാനത്താണ്, ഒരു അധ്യാപകർ വിദ്യാർത്ഥികൾ അമാനത്താണ്, ഒരു ഉദ്യോഗസ്ഥൻ ഒരു പണിക്കാരൻ അവരുടെ മുതലാളി അമാനത്താണ്. അവിടെങ്ങളിലൊക്കെ കൃത്യമായി ജോലി നിർവഹിച്ചുകൊണ്ട് നീതിയോടുകൂടി നന്മയോടുകൂടി വർത്തിക്കുമ്പോൾ കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സാമ്പത്തിക ക്രമം ശുദ്ധമാവുക. കാരണം ഇന്നത്തെ കാലഘട്ടം ഇത് ഹലാലാണോ ഇത് ഹറാമാണോ എന്ന് അറിയാൻ കഴിയാത്ത രൂപത്തിലുള്ള കാലഘട്ടത്തിന് മുമ്പിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര്. സാമ്പത്തിക രംഗം വലിയ വിഷയമാണ്. അവിടെ നമ്മൾ സൂക്ഷ്മത പാലിക്കൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വിശ്വാസി എന്നുള്ള നിലപാടുകളിൽ ശക്തമായി മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. സാധ്യമാകുന്നത്ര നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി ഇത്രയൊക്കെ ഈ മേഖലയിൽ നമ്മളൊക്കെ സമ്പാദിച്ചു കൂട്ടുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഹലാലായ അനർഹമായ രൂപത്തിൽ അർഹതപ്പെടാത്ത ഒരു പൈസയും അറിഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് എന്റെ സമ്പാദ്യപ്പെട്ടിയിലേക്ക് എന്റെ പോക്കറ്റിലേക്ക് വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവര്. അനർഹമായ രൂപത്തിൽ ഒരു അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിക്കാം, അള്ളാഹു തൗബ ചെയ്യാം, ഇസ്തിഗ്ഫാർ ചോദിക്കാം. പക്ഷേ അറിഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല, ഒരു മറ്റുള്ളവന്റെ ഹക്കും എന്റെ സാമ്പത്തികമായ എനിക്ക് എന്റെ കീശയിലേക്ക് വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ കൃത്യമായി പ്രതിജ്ഞാബദ്ധരാണ് സത്യവിശ്വാസികൾ എന്ന നിലക്ക്. നമ്മളൊക്കെ സമ്പാദിച്ചു കൂട്ടുമ്പോൾ നമുക്കറിയാം അള്ളാഹു നമുക്ക് നിശ്ചയിച്ച റിസ്ക്, അള്ളാഹു നമുക്ക് നൽകിയ റിസ്ക് എത്ര സമ്പാദിച്ചാലും അള്ളാഹു നൽകിയ റിസ്ക് അത് ലഭിക്കാതെ ഒരാളും ഇവിടുന്ന് പോകില്ല, മരിക്കില്ല. അള്ളാഹു നമുക്ക് നൽകിയ റിസ്ക് നമ്മൾ കൃത്യമായി അന്നം ഊട്ടിയിട്ടേ അള്ളാഹു ലോകത്തുനിന്ന് കൊണ്ടുപോകുള്ളൂ. അതേപോലെ തന്നെ അള്ളാഹുവിനോട് ആ രൂപത്തിൽ നമ്മൾ ദുആ ചെയ്യണം. അതേപോലെ തന്നെ എത്ര സമ്പാദിച്ചാലും അള്ളാഹു റബ്ബ് നിശ്ചയിച്ചത് മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. എത്ര കോടീശ്വരനാണെങ്കിലും എത്ര സാമ്പത്തികമായ കഴിവുള്ളവരാണെങ്കിലും ഒക്കെ എന്തൊക്കെ സാമ്പത്തികമായ സ്രോതസ്സുകൾ ഉള്ളവരാണെങ്കിലും അള്ളാഹു നിശ്ചയിച്ചത് ഉപയോഗപ്പെടുത്താനേ എന്റേതെന്ന് മാത്രം പറയാൻ അവകാശം അള്ളാഹു നിശ്ചയിച്ചിട്ട് കാലത്തോടെ ദുനിയാവിൽ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞ് അത് അനന്തരവാസികൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ പിൻതലമുറയും നിഷിദ്ധങ്ങളിലൂടെ നിഷിദ്ധം നമ്മൾ സമ്പാദിക്കുന്ന നിഷിദ്ധമാണെങ്കിൽ നമ്മൾ അനന്തരമായ സമ്പത്തും നിഷിദ്ധങ്ങളിലൂടെയാണ് പോകുക. അതിന്റെ കൂടി ഹിസാബ് നമ്മളാണ് ബോധ്യപ്പെടുത്തേണ്ടി വരെ പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് സ്വഭാവ മേഖലകളിലും മറ്റുള്ള രംഗങ്ങളിലും ഒക്കെ നമ്മൾ ക്രമത്തോടുകൂടി ശുദ്ധിയോടുകൂടി തർത്തീബോടുകൂടി പോകുന്നുവെങ്കിൽ, എല്ലാ ഇബാദത്തുകളിലും തർത്തീബോടുകൂടി പോകുന്നുവെങ്കിൽ സാമ്പത്തിക രംഗം വിശുദ്ധമായെങ്കിൽ മാത്രമേ അവന്റെ ജീവിതത്തിൽ അവൻ സത്യവിശ്വാസിയാണ് എന്ന് കൃത്യമായി സമൂഹം വാഴ്ത്തപ്പെടുകയുള്ളൂ. എല്ലാവരും സംബന്ധിച്ചിടത്തോളം പലരും പറയും എല്ലാം നോക്കിയ ദുനിയാവിൽ ഇപ്പൊ ജീവിക്കാൻ കഴിയുമെന്നുള്ളത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എല്ലാ രംഗത്തും ഇതുപോലെ കാര്യമായി നോക്കാൻ ദുനിയാവിൽ ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവർ മരിച്ചു പോകണ്ടേ? ബർസഖുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ബർസഖുണ്ട് അത് കഴിഞ്ഞാൽ പരലോകമുണ്ട് യൗമിൽ-ആഖിറത്തുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തടസ്സമാകാൻ മാറില്ലല്ലോ. മരിച്ചു പോകണ്ടേ? ബർസഖിൽ ഹിസാബില്ലേ? സാമ്പത്തിക രംഗത്ത് ചോദ്യങ്ങളില്ലേ? നാളെ പരലോകത്ത് അവന്റെ കാൽപാദം മുന്നോട്ട് വെക്കാൻ കഴിയില്ലല്ലോ. എവിടെ സമ്പാദിച്ചു, എങ്ങനെ ഏത് മാർഗത്തിലൂടെ അത് വിനിയോഗിച്ചു, സമ്പാദിച്ച മാർഗം വഴികൾ എന്താകുന്നു, ഏത് മാർഗത്തിലാണ് അത് ചെലവഴിച്ചത് എന്ന് ചോദ്യം എന്ന് പരലോകത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സാമ്പത്തികമായ രംഗം ശുദ്ധമായി അള്ളാഹു അനുവദിച്ച രൂപത്തിൽ ഹലാലായ രൂപത്തിൽ സമ്പാദിച്ചുകൊണ്ട് വഞ്ചിക്കുന്ന കാലഘട്ടത്തിന് മുമ്പിൽ വിശ്വാസവഞ്ചകന്മാരായി നമ്മുടെ വായ സാമർത്ഥ്യം കൊണ്ട് എല്ലാം പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന കഴിവുള്ളവരുണ്ടാവും. പക്ഷെ നമ്മൾ അതിൽ ന്യൂനതകൾ മറച്ചുകൊണ്ട് വിൽക്കപ്പെടുന്ന കച്ചവടക്കാരാണെങ്കിലും ശരി, നമ്മൾ ചിന്തിക്കുക ഇതൊക്കെ പരലോകത്ത് ചോദ്യമുണ്ട്. അള്ളാഹുവിനോട് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടി വരും, ഹിസാബിനെ ബോധ്യപ്പെടുത്തി വരും. ചിന്തയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നല്ലാഹ ത്വയ്യിബുൻ, അയ്യുഹന്നാസ് ഇന്നല്ലാഹ ത്വയ്യിബ്, അല്ലാഹു നല്ലവനാണ്, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, നല്ലതല്ലാതെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കുക.
നല്ലത് മാത്രമാണ് അടിമയിൽ നിന്ന് അള്ളാഹു നല്ലവനാണ്, നല്ലത് മാത്രമാണ് അള്ളാഹു അടിമയിൽ ഇഷ്ടപ്പെടുന്നത്. ആ മാർഗത്തിൽ ജീവിക്കാൻ കഴിയണം. ഒരു കാലഘട്ടം സഹാബത്തെ വരാനിരിക്കുന്നു. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ഇല്ലാ യുബാലിൽ മർഉ, ഒരു മനുഷ്യൻ സമ്പാദിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്നൊന്നും നോക്കാതെ സമ്പാദിക്കുന്ന ഒരു കാലഘട്ടം സഹാബത്തെ വരാനിരിക്കുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളുമായി നമ്മൾ കൃത്യമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്, കാൽക്കുലേഷൻ ചെയ്യേണ്ടതുണ്ട്. ആ നിലയ്ക്ക് സമ്പാദിക്കും ഹലാലാണോ ഹറാമോ, തന്റെ കീശയിലേക്ക് സമ്പാദ്യം വന്നാൽ മതി, പൈസ വന്നാൽ മതി. അത് ഏത് വഴിയിലൂടെ വന്നു, അത് ഹറാമിന്റെ വഴിയായി പോയിട്ടുണ്ടോ അതല്ല ഹലാൽ തന്നെയാണോ എന്നൊന്നും നോക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലാത്ത രൂപത്തിൽ സമ്പാദിച്ചു കൂട്ടണം. തന്റെ കീശയിൽ സാമ്പത്തികമായ കഴിവ്, ആ രൂപത്തിലുള്ള സാമ്പത്തികമായ സൃഷ്ടി നിലനിർത്താൻ വേണ്ടി എന്തും വിറ്റഴിക്കപ്പെടുന്ന, എന്തും പറഞ്ഞു ഫലിപ്പിച്ച് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ മുമ്പിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് സാമ്പത്തിക രംഗം വളരെ കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ സൂക്ഷ്മതകളിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ സാമ്പത്തിക രംഗം ശുദ്ധമായിരിക്കണമെന്ന ചിന്ത പ്രിയമുള്ളവർ നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ സത്യവിശ്വാസികൾ എന്നുള്ള രൂപത്തിൽ, മറ്റുള്ളവന്റെ ഹക്ക് ഇല്ല എന്ന രൂപത്തിൽ, മറ്റുള്ളവന്റെ ഹക്കില്ല എന്ന രൂപത്തിൽ നമ്മൾ കൃത്യമായി സൂക്ഷ്മതയുള്ളവരായി നമ്മൾ ജീവിതത്തെ നിലനിർത്താൻ നമ്മൾ സാധ്യമാകണം. ഏത് രംഗത്തും ആ നിലക്കൊക്കെ നമ്മളുടെ കാര്യക്ഷമമായ ഒരു ബോധം. എന്നാലോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലും ചിലപ്പോൾ ചില ആളുകൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും സംശയമുള്ള ആളുകളായിരിക്കും. അത് പറ്റുമോ, ഇത് അള്ളാഹുവിന് സാധ്യമാവുന്ന രൂപത്തിൽ ഹലാലില്ല അല്ല ഹറാമില്ല, ഹലാലിലൂടെ മാത്രമാണ് ഞാൻ സമ്പാദിച്ചെന്ന് ഉറപ്പുവരുത്താൻ കഴിയും. പക്ഷെ ചില ആളുകൾക്ക് എല്ലാത്തിനും സംശയം, അത് ഹലാലാണോ, ഇസ്ലാമിനെ നിരക്കുന്നതാണോ എന്നൊരു ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാത്തിനും സംശയമായി കഴിഞ്ഞാൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഒരു യഥാർത്ഥ സംതൃപ്തി നമുക്ക് ഉണ്ടാവുകയില്ല. എല്ലാത്തിനും കുറച്ചൊക്കെ നമ്മൾ വിശ്വസിക്കണം എന്നാ, അതല്ലാതെ ഹറാമ് പോകണമെന്നല്ല പറയുന്നത്. ഹലാലായ മാർഗത്തിൽ തൃപ്തിപ്പെട്ട രൂപത്തിലാണെങ്കിൽ, അത് അനുവദിക്കപ്പെട്ട ജായിസായ മാർഗത്തിലാണെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ വിശ്വസിക്കണം. ഹറാമിന്റെ വഴി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ മാനസികമായ ഒരു സാമ്പത്തികമായ രംഗത്ത് എല്ലാത്തിനും അടച്ചാക്ഷേപിക്കുന്നവരുണ്ട്. അത് പറ്റുമോ, ഇത് പറ്റുമോ, ഇത് പറ്റുമോ, അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ഒരു സമാധാനവും ഒരു സംതൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ഹലാലാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാവുന്നതാണ്. നമുക്ക് ഹറാമായ മാർഗങ്ങളിലൂടെ വിശ്വാസി പോകില്ല എന്നറിയാം. എങ്കിലും ഈ കാലഘട്ടത്തെ ഭയന്നുകൊണ്ട് നമ്മൾ ജീവിക്കണം, ഫിത്നകൾ അകപ്പെടാതിരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എന്റെ സമുദായത്തിന്റെ പരീക്ഷണം സഹാബത്തെ ധനമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞുവെങ്കിൽ അത് കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസ് ഇന്ന് സമൂഹത്തിൽ വളരെ പ്രസക്തമാകുന്ന രൂപത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലുള്ള പ്രവർത്തനങ്ങളും അതേപോലെ നാട്ടിൽ നടക്കുന്ന എല്ലാ വികാസങ്ങളും നോക്കുമ്പോൾ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂടി പ്രവാചകൻ ധരിച്ചുള്ള ഹദീസിന്റെ സനദ് മത്തൻ ഇങ്ങനെയാണ്: സയഅതി അലന്നാസി സനവാത്. അതായത് ജനങ്ങളുടെ മേൽ ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. സഹബത്തെ വഞ്ചനയുടെ വർഷങ്ങളായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. വഞ്ചനയുടെ വർഷങ്ങളാണ് സഹാബത്തെ ഒരു വരാൻ പോകുന്ന കാലഘട്ട സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിക്കുക. വഞ്ചനയുടെ വർഷങ്ങൾ, ആ വർഷത്തിന്റെ പ്രത്യേകത, കാലഘട്ടത്തിന്റെ പ്രത്യേകത സനവാത്തുൻ ഖദ്ദഅത്തുൻ. ആ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ യുസദ്ദഖു ഫീഹൽ കാദിബ്, കളവ് പറയുന്ന ആളുകളെ യഥാർത്ഥത്തിൽ
കള്ളന്മാരാണെന്നും അതേപോലെ പ്രശ്നക്കാരാണെന്നും ഒക്കെ സമൂഹം വാഴ്ത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിന്റെ മുമ്പിൽ, അതേപോലെ സ്വാദിത്ത് എന്നാൽ കളവ് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ സമൂഹത്തിൽ വിശുദ്ധരായും സത്യസന്ധരായും ഒക്കെ അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന മുദ്ര കുത്തുന്ന ഒരു കാലഘട്ടത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കാര്യഗൗരവത്തോടു കൂടി പഠിപ്പിക്കുക. അതായത് വിശ്വാസി സമൂഹത്തിന് വഞ്ചകനായും വിശ്വസ്തൻ വഞ്ചകനായും വഞ്ചകൻ വിശ്വസ്തനായും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വരാനിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അന്ന് റുവൈബിള സംസാരിക്കുന്നതാണെന്ന് സഹാബത്തിനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിക്ക് സഹാബത്തിന് പരിചയമില്ലാത്ത ഒരു അറബി പദം പറഞ്ഞപ്പോ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, എന്താണ് പ്രവാചകൻ റുവൈബിള കൊണ്ട് എന്ന് അർത്ഥമാക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊരു മനുഷ്യനാണ്, അതൊരു കൂട്ടം ആളുകളാണ്, അതൊരു വിഭാഗം ആളുകളാണ്. സഹാബത്തെ മനുഷ്യരിൽ കൂട്ടം ആളുകളുണ്ടാവും, അവരെന്തു പറയും? പൊതുവിഷയങ്ങളിൽ കയറി ഇടപെട്ടുകൊണ്ട് മതനിയമങ്ങളും ശരീഅത്തും മത ഹുക്കുമുകളും ശരീഅ നിയമങ്ങളും ഒക്കെ പറയാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം. തോന്നിയത് പറയാ, ഖുർആനിന് നിരക്കുന്നതാണോ ഹദീസിന് നിരക്കുന്നതാണോ എന്നൊന്നും നോക്കാതെ തന്റെ വായിൽ കൊള്ളുന്ന തനിക്ക് യുക്തിപരമായി തോന്നുന്ന കാര്യം സത്യസന്ധ തനിക്ക് ബോധ്യപ്പെട്ടത് അത് ഖുർആനിന് വിരുദ്ധമാണോ ഹദീസിന് വിരുദ്ധമാണോ എന്നൊന്നും അന്വേഷിക്കാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിൽ എന്നെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അത്തരം ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ ഗൗരവമായി പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഫോർവേഡ് മെസ്സേജ് അതിന്റെ സ്ഥിതി എന്താണ്, സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാതെ നമ്മൾ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ പറയുക, പെരുപ്പിക്കുക, അത് പബ്ലിസിറ്റി കൊടുക്കുക, അതിന് പരമാവധി പ്രചാരണം കൊടുക്കുന്ന രൂപത്തിലുള്ള കാലഘട്ടം. എന്തിന്റെ സത്യാവസ്ഥ? ഒരു അധർമ്മകാരി ഖുർആന്റെ ആഹ്വാനം എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനുന്ന. ഒരു ഫാസിഖായ ഒരു മനുഷ്യനും വല്ല കള്ളവാർത്തയും വന്നു കൊണ്ടുവന്നാൽ നിങ്ങൾ അതിന്റെ വിശദീകരണം തരണം ഖുർആൻ പറഞ്ഞത്. അതിന്റെ ബയാൻ, അതിന്റെ എക്സ്പ്ലനേഷൻ തരണം എന്നാ ഖുർആൻ പറഞ്ഞത്. അതിന്റെ ബയാൻ തരണം, എവിടെ ഏത് രൂപത്തിൽ അത് എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നറിഞ്ഞാൽ ഇത് സത്യാവസ്ഥക്ക് സത്യമായി ബോധ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രചരിപ്പിക്കാൻ പാടുണ്ടോ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്? നിന്മയോടുള്ള ഒരു മനുഷ്യന്റെ പ്രതികരണം എങ്ങനെയാകണം, നന്മയോടുള്ള ഒരു സത്യവിശ്വാസത്തിന്റെ പ്രതികരണം എങ്ങനെയാകണം, അവിടെയൊക്കെ സൂക്ഷ്മത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. എന്തും എവിടെയും അല്ലെങ്കിൽ മതവിധികൾ പറയുന്ന യാതൊരു പ്രയാസവുമില്ല, എല്ലാം അറിഞ്ഞു മനസ്സിലാക്കിയ രൂപത്തിൽ ഹുക്കുമുകൾ പറയുമ്പോൾ ശരീഅത്ത് നിയമങ്ങൾ പറയുമ്പോൾ അതിന് അപകടാവസ്ഥ ഇന്ന് സമൂഹം പേറുന്നുണ്ട്. ഉമ്മത്ത് ഇന്ന് ധാരാളം അന്ധവിശ്വാസങ്ങളിലൂടെയും അനാചാരങ്ങൾ സമൂഹം കടന്നു പോകുമ്പോൾ ആ രൂപത്തിൽ ഫത്വകൾ മുറപ്പെടുപ്പിക്കുന്ന ഉലമാക്കളും അതേപോലെ ആ ഹുക്കുമുകൾ പറയുന്ന ഉലമാക്കളും ഒക്കെ നേതാക്കന്മാരുമുള്ള ഒരു കാലഘട്ടത്തിന്റെ മുമ്പിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങളെ നമ്മൾ കണ്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കണം. ഈ ഏത് രംഗത്തും സത്യസന്ധത, സാമ്പത്തിക രംഗമാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും സത്യസന്ധതയ്ക്ക് നിരക്കുന്ന രൂപത്തിലാവണം. അതിനെ അതിജയിക്കുന്ന രൂപത്തിൽ നമ്മുടെ വിശ്വാസ ജീവിത പ്രവർത്തനങ്ങൾ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിൽ, ഒരു പേരുകേട്ട കുടുംബത്തിൽ, മഖ്ദൂമി കുടുംബമാണെന്ന് തോന്നുന്നു, ആ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തിയപ്പോ അതിന് ഷഫാഅത്തുമായി ശുപാർശയുമായി ഒരാൾ വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ. എന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, ഇത് പേരുകേട്ട കുടുംബത്തിൽപ്പെട്ട പെണ്ണാണ്, മോഷ്ടിച്ചിട്ടുണ്ട്, അറിഞ്ഞാൽ, നാടറിഞ്ഞാൽ, സമൂഹം അറിഞ്ഞാൽ, കുടുംബക്കാർ അറിഞ്ഞാൽ, പുരക്കാർ അറിഞ്ഞാൽ പ്രശ്നമാണ് സഹാബത്ത് റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? അല്ലാഹു നടപ്പാക്കാൻ പോകുന്ന വിധി കർത്തൃത്വത്തിന്റെ കാര്യത്തിൽ, ശിക്ഷാവിധിയിൽ നീ ശുപാർശയുമായി റെക്കമെൻഡുമായിട്ടാണോ, അതിനെ തിരുത്താനാണോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന രൂപത്തിൽ ക്ഷുഭിതനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയെ അറിയിക്കുക, ആ മനുഷ്യനെ അറിയിക്കുക. നോക്കൂ നിങ്ങൾ, അങ്ങനെ ശുപാർശയുമായി വന്ന ആളോട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് റസൂലുള്ളാഹിന്റെ ഖുതുബയുടെ മിമ്പറിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി ആക്ട് പാസ്സാക്കാൻ എന്താണ് റസൂലുള്ളാഹി പറഞ്ഞു? ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത ലഖതഅത് യദഹാ. റസൂലുള്ളാഹി പറയാ, ഫാത്തിമ റസൂലുള്ളാഹിക്കാര കരളിന്റെ കഷ്ണമാണ്, റസൂലുള്ളാഹിന്റെ നീല പോലെ ജീവിച്ച പ്രിയ മഹദി പുത്രിയാണ് ഫാത്തിമ. എന്നിട്ട് പോലും റസൂലുള്ളാഹി ആക്ട് പാസ്സാക്കാണ്, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചത് എങ്കിൽ, സറഖത്ത് അവൾ മോഷ്ടിച്ചത് എങ്കിൽ ലഖതഅത് യദഹാ, അവളുടെ കൈ ഞാൻ ഛേദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. സാമ്പത്തികമായ രംഗത്ത് പ്രവാചകൻ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ്. അവിടെ നീതിയാണ് യഥാർത്ഥം നടപ്പാകുന്നത്. നന്മയുടെ കാര്യങ്ങൾ അവിടെ നടപ്പാകും. സമൂഹമാണെങ്കിൽ, ശിക്ഷാവിധിയാണെങ്കിൽ പോലും അവിടെ നന്മയാണ്, നീതിയാണ്, ഒരു അനീതിയും ഇല്ല. നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ശത്രുഭാഗത്തിൽ പ്രതിസ്ഥാനത്തെങ്കിൽ അവരെ സംരക്ഷിക്കപ്പെടുന്ന, രാഷ്ട്രീയ നിലക്ക് സംരക്ഷിക്കപ്പെടുന്ന കാലഘട്ടം, മതപരമായി സംരക്ഷിക്കപ്പെടുന്ന കാലഘട്ടം, അതേപോലെ
സാമ്പത്തികമായ കഴിവ് ഉപയോഗിച്ച് സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ അനീതിയുടേതായ ആളുകളിലൂടെയൊക്കെ പോകുന്നുണ്ടോ എന്ന സൂക്ഷ്മത ഞാനും നിങ്ങളും നടത്തണം പ്രിയമുള്ളവരെ. എങ്കിൽ ആ രംഗം ഏത് രംഗത്തും, സാമ്പത്തിക രംഗമാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും ആ ഒരു ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വർഷവും നമ്മുടെ പരലോക ജീവിതവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു ശരിയായ തർത്തീബോടുകൂടി ഒരു പരിവർത്തനവുമായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം അർത്ഥപൂർണമാവുകയുള്ളൂ എന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സൂക്ഷ്മത പ്രിയമുള്ളവരെ, പലരും പറയാറുണ്ടല്ലോ, ആളുകളുടെ സ്വഭാവം അറിയണമെങ്കിൽ സാമ്പത്തിക ഇടപാട് നടത്തിയത് ഒന്നോ രണ്ടോ നടത്തുമ്പോൾ ചിലപ്പോൾ കൃത്യമായിരിക്കും, പിന്നീട് അങ്ങോട്ടുള്ള ഇടപാടുകളും സാമ്പത്തികമായ രംഗവും പരാജയപ്പെട്ടു പോകുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രിയമുള്ളവരെ. സാമ്പത്തിക വലിയ വിഷയമാണ് എന്ന രൂപത്തിൽ ചിന്തിക്കുക, അവനവന് കഴിയുന്ന രൂപത്തിൽ ഒക്കെ ഹലാലായ മാർഗത്തിൽ തന്നെയാണ് സമ്പാദിക്കേണ്ടതും അധ്വാനിക്കേണ്ടതും കഷ്ടപ്പെടുന്ന തന്റെ മക്കളും തന്റെ ഭാര്യയും തന്റെ എല്ലാം തന്നെ തനിക്ക് നമ്മുടെ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കിക്കൊണ്ട് സമ്പത്ത് ചെലവഴിക്കാൻ സമ്പാദിക്കുവാൻ പല വിഷയങ്ങളിലും ഇന്ന് പല ഹറാമുകളിലും പെട്ട ആളുകൾ അവരെയൊക്കെ കൃത്യമായി കുറ്റബോധം കൊണ്ട് ഇതൊക്കെ ഒന്ന് മതിയാക്കാൻ കഴിയാത്ത രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളും ഒക്കെ മഹല്ലത്തിന്റെ ഉത്തരവാദിത്തം ഇവിടെ അങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്നല്ല പറഞ്ഞത്. പലപ്പോഴും അങ്ങനെ അവരെ സഹായിക്കുന്ന ഇതൊന്ന് ഈ ഒരു കടത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അവരെയൊക്കെ നമുക്ക് കൃത്യമായി ആ നമ്മുടെ സാമ്പത്തിക നമ്മുടെ സഹോദരങ്ങൾ എന്നുള്ള നിലക്ക് അവര് അള്ളാഹുവിന് നല്ല നിലക്ക് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക രംഗം വിശുദ്ധമായി പോകണമെന്ന ചിന്തയോടുകൂടി ജീവിക്കുന്നവർക്കൊക്കെ നല്ല പോംവഴി മഖ്റജ് അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നല്ല രൂപത്തിൽ അള്ളാഹു പറഞ്ഞത് ജനങ്ങളോട് പോലും അഭിസംബോധന എന്താ ഖുർആനിന്റെ? അല്ലയോ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർദ്, ജനങ്ങളോട് പോലും, അതൊന്നും പറഞ്ഞില്ല, മുഴുവൻ മനുഷ്യർക്കും ബാധകമാണ്. എന്ത്? കുലൂ മിമ്മാ ഫിൽ അർദ് ഹലാലൻ ത്വയ്യിബ, ത്വയ്യിബായതും ഹലാലായും സമ്പാദിക്കുവാനും ഭക്ഷിക്കുവാനും ഖുർആനിന്റെ ഓർഡർ, ഖുർആന്റെ ആഹ്വാനം മുഴുവൻ ജനങ്ങളിലേക്ക് വരുന്നതാ. അതുകൊണ്ട് ഈ ഒരു സൂക്ഷ്മതാബോധം വിശ്വാസികൾ എന്നുള്ള നിലക്ക് കൂടുതൽ നമ്മൾ ബലപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ സംസാരങ്ങളിലൂടെ. ഇന്ന് സത്യസന്ധരെ വഞ്ചകരായും കുത്തരകുത്തുന്ന കാലഘട്ടത്തിൽ വഞ്ചകരായവരെ സത്യസന്ധരായും പെരുപ്പിച്ചു പറയുന്ന കാലഘട്ടത്തിന് മുമ്പിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. ആ നിലക്ക് നമ്മുടെ എല്ലാ രൂപത്തിലുള്ള ചിന്തകളും കാര്യങ്ങളും കടന്നു പോകേണ്ടതുണ്ട് എന്ന രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ട. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പ്രത്യേകമായി ഒരു രോഗിക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കുടുംബം. നമ്മുടെ മഹലിൽ കഴിയുന്ന ഒരു മഹദി, ഒരു സഹോദരി ക്രിസന്റ് ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്, പ്രയാസപ്പെട്ട് കഴിയുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ഷിഫക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുടുംബം അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിക്ക് രോഗം അല്ലാഹു ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മനസ്സമാധാനം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും ഹലാലായ മാർഗത്തിലൂടെ ഹലാലായ സമ്പാദ്യം മക്കൾക്ക് നൽകി, കുടുംബത്തിന് നൽകി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന മാർഗത്തിലൂടെ ജീവിച്ച് കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അത് സാമ്പത്തിക രംഗം ശുദ്ധമായിക്കൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും പടച്ചർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ നമ്മെയും അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശ കലിമ ഉച്ചരിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.